യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിൽ നടന്ന വിവാഹ വിരുന്നിനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. പരിശുദ്ധ അമ്മയെയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരോടൊപ്പം ഈശോയും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വിവാഹസദ്യ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രശ്നം വീഞ്ഞു തീർന്നു പോയി. സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരിശുദ്ധ അമ്മ സ്വമേധയാ മുന്നോട്ട് വന്ന് ഈശോയോട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവുമാണ് ആ കുടുംബാഘോഷത്തെ വിജയകരമാക്കിയതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബങ്ങളിൽ ചെറുതും വലുതുമായ പല ആഘോഷ പരിപാടികളും നടക്കാറുണ്ട്. മാമോദീസ, വിവാഹം, ജൂബിലി, ജന്മദിനം, ചരമവാർഷികം തുടങ്ങി നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ആ ആഘോഷ പരിപാടികളിലേക്കെല്ലാം മറ്റാരെയും ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശോയെയും പരിശുദ്ധ അമ്മയെയും പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ സമ്മേളനങ്ങളിലും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഇന്ന് തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ആകുലരുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന സുഹൃതജപം ഇന്ന് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം.